Hi friends, welcome back to my channel. എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തൊക്കെ? ഇതെന്താണ് ക്യാരറ്റ് അലുവേ? ക്യാരറ്റ് അലുവയും ഐസ്ക്രീമും. ഐസ്ക്രീം ഉണ്ടല്ലോ, എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി? എൻ്റെ പൊന്നോ, എങ്ങനെയുണ്ട്? കൊള്ളാലോ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഐസ്ക്രീമിൻ്റെയും അലുവയുടെയും കൂടി ആ ഒരു ബ്ലെൻഡ് ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചുറ്റുള്ളതൊന്നും കാണാനും പറ്റണില്ല. എന്താണാവോ, ഇനി കണ്ണ് കാഴ്ച പോയിട്ടാണോ അത് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ ഒരു മധുരം കൂടിയിട്ടായിരിക്കും തോന്നണം എനിക്ക്. ഒരു 400 ഗ്രാം ക്യാരറ്റാണ് നമ്മളെടുത്തത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി പഞ്ചസാര ഇടണം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അതായത് 1/3 ഭാഗം പഞ്ചസാര ഇടുക. അതിൻ്റെ മധുരം അനുസരിച്ച് ഇടുക. മധുരം അത്ര വേണ്ടാത്തവർക്ക് അതിൻ്റെ കുറവിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല മധുരമുണ്ട്. ഇനി നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. പാൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ് ഒന്ന് വേകണമല്ലോ. അപ്പോൾ വേഗണേന് അനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നേ ഒരു നുള്ളു ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് കൊടുക്കുക. ഇതാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളമെല്ലാം വറ്റണം. വെള്ളമെന്ന് വെച്ചാൽ പാലൊന്ന് വറ്റണം. അതിന് മുന്നേ നമ്മളൊരു ചെറിയൊരു പൊടിക്കൈ ചെയ്യണുണ്ട്. കുറച്ച് മിൽക്ക് പൗഡറില്ലേ, പാൽപ്പൊടി, അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. 10 രൂപയുടെ ആ പാക്കറ്റ്, അമൂല്യയുടെ പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പാൽപ്പൊടി ഇട്ട ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ കട്ട പിടിക്കും പാൽപ്പൊടി. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം, ഓപ്ഷനിലാണ്. നമ്മുടെ പാലെല്ലാം വറ്റി വന്നുണ്ട്. അല്ല, ജലാംശം എല്ലാം വറ്റി ഇപ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, കൈ വിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ വിട്ട് വന്നുണ്ട് ആ ക്യാരറ്റിൻ്റെ ആ സംഭവം. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. അപ്പോൾ അതേ ശരിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ആ നെയ്യുടെയും ക്യാരറ്റിൻ്റെയും മിൽക്കിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, സൂപ്പറാണ്. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇങ്ങനെ ചീള് പോലെ അരിഞ്ഞത്, ബദാം ചീള് പോലെ അരിഞ്ഞതൊക്കെ വെച്ച് നമ്മുടെ ഹൽവ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സും ബദാമും ഒന്ന് നെയ്യിലൊന്ന് വറുത്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇവിടെ വറുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടി ചേർത്തതാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, ഹൽവയുടെ പെർഫെക്റ്റ് പാർട്ട്ണർ നമ്മുടെ ഐസ്ക്രീമാണ്. അപ്പോൾ രണ്ടും കൂടി ബ്ലെൻഡ്, അതിൻ്റെ ആ ബ്ലെൻഡ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കമൻസും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.